ഹലോ എവ്രി വൺ, ഞാൻ ഗീതിക. ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായി വിചാരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ മുംബൈയിലെ സിദ്ധി വിനായക് ടെമ്പിളിൽ വന്നിട്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ യാത്രയിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, ഓരോ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി നമുക്ക് ഈ യാത്ര ഇവിടെ വെച്ച് തുടങ്ങാം. കം ഓൺ, ലെറ്റ്സ് സീ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മമാസോറസ് ട്രാവൽ ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് മുംബൈയിലെ റിച്ചസ്റ്റ് ടെമ്പിളായ സിദ്ധി വിനായക് അമ്പലത്തിലോട്ടാണ്. അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ അലൗഡാണ്, പക്ഷേ റീൽസ് എടുക്കാൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ദ വീഡിയോ എൻ്റെ വോയിസ് ഓവർ നറേഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനും അമ്മയും മോനും അതിരാവിലെ തന്നെ പുറപ്പെട്ടു. ആദ്യം സ്റ്റേഷനിലോട്ട് ഒരു ഓട്ടോ പിടിച്ചു. മാൻസറോവർ സ്റ്റേഷൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ദാ അമ്മ ടിക്കറ്റ് എടുക്കുന്നത് കണ്ടോ? സ്ക്രീനിൻ്റെ താഴെ കാണുന്ന UTS ആപ്പ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റും എടുക്കാം. ഇൻഡിക്കേറ്റർ ആപ്പ് വഴി ട്രെയിൻ ടൈമിങ്സും റൂട്ടും മനസ്സിലാക്കാം. രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സിദ്ധി വിനായക് അമ്പലം പ്രഭാദേവിയിലാണ് ഉള്ളത്. നിയറസ്റ്റ് സ്റ്റേഷൻ ദാദറാണ്. ബസ്സോ ഷെയർ ടാക്സിയോ അവിടുന്ന് പിടിക്കാം. 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ടാക്സിയിൽ 5 മിനിറ്റിലെത്താം. ഞങ്ങൾ നവി മുംബൈയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാദറിലോട്ടൊരു ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അപ്പോൾ നവി മുംബൈയിലുള്ളവർ കുർലയിൽ ഇറങ്ങിയിട്ട് ദാദറിലോട്ടുള്ള ട്രെയിൻ അവിടുന്ന് മാറിക്കയറണം. അപ്പോൾ ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഡയറക്റ്റ് GTB സ്റ്റേഷനിലേക്ക് വിട്ടു. എന്നിട്ട് അവിടുന്ന് ടാക്സി പിടിച്ച് അമ്പലത്തിലേക്ക് പോയി. 5.5 കിലോമീറ്റർ ഉണ്ട്. 15 മിനിറ്റ് എടുത്തു. പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമേ. ദാദർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വെജിറ്റബിൾ മാർക്കറ്റ് നല്ല ഫേമസ് ആണ്. ഹോൾസെയിൽ മാർക്കറ്റ് വെളുപ്പിനെ 4 തൊട്ട് 8 മണി വരെയാണ് ഉള്ളത്. റീറ്റെയിൽ മാർക്കറ്റ് അതിന് ശേഷമുണ്ട്. മഹാരാഷ്ട്രയുടെ പല ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് പച്ചക്കറികൾ ഡെയിലി വരുന്നത്. അങ്ങനെ ഞങ്ങൾ സിദ്ധി വിനായക് അമ്പലത്തിലെത്തി. അമ്പലത്തിലോട്ട് 2 ഗേറ്റ്സ് ആണുള്ളത്. മുൻവശത്തുള്ളത് സിദ്ധി ഗേറ്റ്. ഞങ്ങൾ സിദ്ധി ഗേറ്റ് വഴിയാണ് അകത്തോട്ട് കയറിയത്. മറ്റൊന്ന് റിദ്ധി ഗേറ്റ്, അത് പുറകുവശത്താണുള്ളത്. അതുവഴിയും കയറുകയും എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് കയറുമ്പോൾ കടക്കാർ പൂജയ്ക്കുള്ള സാധനങ്ങൾ, തേങ്ങ, പൂവ്, മോദകം ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരും. പക്ഷേ നിങ്ങൾ നോക്കിയും കണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. നിങ്ങളുടെ ചെരുപ്പ് പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയ കടയുടെ മുന്നിലോ അല്ലെങ്കിൽ ഈ കാണുന്ന റാക്സിലോ ഫ്രീ ആയിട്ട് വയ്ക്കാം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കടന്നു. ഇതൊരു സ്മാർട്ട് അമ്പലം കൂടിയാണ് കേട്ടോ. പൂജയും വഴിപാടും ഡൊണേഷനും മറ്റുള്ള പല കാര്യങ്ങളും ഡിജിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് നടക്കുന്നത്. സോളാർ പാനൽസ് വഴിയാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. സിദ്ധി വിനായക് അമ്പലം 200 വർഷം പഴയ അമ്പലമാണ്. 1993 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ അമ്പലത്തിൻ്റെ റെനോവേഷൻ പൂർത്തിയാക്കിയത്. 19 നവംബർ 1801 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാരാഷ്ട്രൻ കപ്പിളായ ലക്ഷ്മൺ വിധു പാട്ടീലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിയുബായി പാട്ടീലും കൂടി ചേർന്നാണ് ഈ അമ്പലം നിർമ്മിച്ചത്. ഇവർക്ക് മക്കളില്ലായിരുന്നു. ദിയുബായി പാട്ടീൽ ഗണപതി ഭഗവാന്റെ വലിയൊരു ഭക്തയായിരുന്നു. അവരൊരു ദിവസം ഹസ്ബൻഡിനോടൊരു കാര്യം പറഞ്ഞു. നമുക്കൊരു അമ്പലം നിർമ്മിച്ചാലോ? നമ്മളെപ്പോലെ പിള്ളേരില്ലാത്ത ആൾക്കാർക്ക് വന്നിരുന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കാൻ ഒരിടം. ദിയുബായി പാട്ടീലിന് നല്ലോണം അറിയാമായിരുന്നു. സിദ്ധി വിനായക് അമ്പലത്തിൽ വന്നിട്ട് ഗണപതി ഭഗവാനോട് എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാം സാധിച്ചു തരും, വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരുമെന്ന്. അമ്പലം തുടങ്ങിയപ്പോൾ ഒത്തിരി ചെറുതായിരുന്നു. പിന്നീട് ഗണപതി ഭഗവാന്റെ സിദ്ധികൾ കൊണ്ട് ഈ അമ്പലം മുംബൈയിൽ നല്ല ഫേമസ് ആയി. ഇവിടെ വന്ന് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറുമെന്നൊരു വിശ്വാസമുണ്ടായി. അങ്ങനെ കൈയും കാലും കഴുകി അമ്പലത്തിൽ കയറാൻ തീരുമാനിച്ചു. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം അറൗണ്ട് 50,000 ഡിവോട്ടീസാണ് വരുന്നത്. ട്യൂസ്ഡേയ്സ്, വീക്കെൻഡ്സ് ആൻഡ് സ്പെഷ്യൽ ഡേയ്സിൽ നല്ല തിരക്കാണ്. ഏകദേശം 2 ലക്ഷം വരെ കൗണ്ട് പോകും.
ഗണേശ ചതുർത്ഥി ദിവസങ്ങളിൽ 3-4 മണിക്കൂർ അല്ലെ അതിൽ കൂടുതലും ലൈനിൽ നിൽക്കേണ്ടി വരാറുണ്ട്. സീനിയർ സിറ്റിസൻസ്, കൊച്ചു കുട്ടികളുള്ള അമ്മമാർ, സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാർ, ഇവർക്കൊക്കെ പ്രത്യേക പരിഗണനയുണ്ട്. അല്ലാത്തവർക്ക് ഈ കൗണ്ടേഴ്സിൽ നിന്ന് 1500 രൂപയുടെ VIP ടിക്കറ്റ് എടുത്ത് വലിയ ക്യൂവിൽ നിൽക്കാതെ ദർശനം നടത്താം. അമ്പലത്തിന് 5 ഫ്ലോറുകളാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഭഗവാന്റെ വിഗ്രഹമുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഭക്തർക്ക് സ്പെഷ്യൽ പൂജകളൊക്കെ നടത്താം. സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോറിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസസ് ആണുള്ളത്. 4th ഫ്ലോറിൽ ലൈബ്രറിയും 5th ഫ്ലോറിൽ കിച്ചണാണുള്ളത്. ക്യൂവിൽ നിൽക്കുമ്പോൾ പലയിടത്തും TV വെച്ചിട്ടുണ്ട്. അതിൽ പൂജ നടക്കുന്നതിൻ്റെ ലൈവ് വീഡിയോസ് കാണാം. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ വെളിയിലിറങ്ങി. തിരക്കില്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്നും പ്രാർത്ഥിക്കാൻ പറ്റി. ലൈവ് പൂജാ വീഡിയോസ് നമുക്ക് സിദ്ധിവിനായകിൻ്റെ സൈറ്റിലും ഡെയിലി കാണാൻ പറ്റും. സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഭഗവാന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭാര്യമാരായ റിദ്ധിയും സിദ്ധിയുമാണുള്ളത്. സിദ്ധിവിനായക അമ്പലത്തിലെ ഗണപതി സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ താനെ ഉണ്ടായി വന്നതാണ്. എന്നിട്ട് ഒരു കറുത്ത കല്ല് വെച്ചിട്ട് അത് കാർവ് ചെയ്തെടുത്തതാണ്. ഈ ഗണപതിയുടെ തുമ്പിക്കൈ റൈറ്റിലോട്ടാണുള്ളത്. സാധാരണ എല്ലാം ഗണപതിക്കും ലെഫ്റ്റിലോട്ടല്ലേ തുമ്പിക്കൈ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹത്തിന് നല്ല ശക്തിയാണുള്ളത്. പൂജയും വഴിപാടും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യരീതികളിൽ ചെയ്തില്ലെങ്കിൽ ദൈവകോപം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദർശനം കഴിഞ്ഞ് വെളിയിലിറങ്ങി മൂഷികൻ്റെ കാതിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. പുള്ളിക്കാരൻ ഭഗവാനോട് പറഞ്ഞാൽ കാര്യം സാധിക്കുമല്ലോ അല്ലേ. അപ്പുറത്ത് തന്നെ ഹനുമാന്റെ നടയും ഉണ്ട്. ലൈവ് പൂജാസ് എല്ലാ TV-യിലും നടക്കുന്നു. ഇത് കണ്ടോ, ഇത് മഹാരാഷ്ട്രയിലെ ഒരു ട്രഡീഷണൽ ദീപസ്തംഭമാണ്. ഗർഭഗൃഹത്തിലോട്ട് 3 ഗേറ്റ്സ് ആണുള്ളത്. അകത്തുള്ള സീലിംഗ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് മുംബൈയിലെ റിച്ചസ്റ്റ് ടെമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. വീക്ക്ലി ഡൊണേഷൻ അറൗണ്ട് 40 lakhs ആണ്. ഫെസ്റ്റിവൽസ് ആൻഡ് സ്പെഷ്യൽ ഡേയ്സിൽ അതിലും കൂടും. അറൗണ്ട് 75 crore ആണ് ഇയർലി വരുമാനം. സിദ്ധിവിനായക അമ്പലത്തിൽ ഷെയർസ് ആൻഡ് ഗോൾഡ് ആയിട്ടും ഡൊണേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ടെമ്പിൾ ട്രസ്റ്റ് ഈ ഷെയർസ് സെയിം ഡേ അല്ലെ നെക്സ്റ്റ് ഡേ തന്നെ സെൽ ചെയ്യും. മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കിയിരിക്കില്ല. 2016 ടെമ്പിൾ ട്രസ്റ്റിൻ്റെ കണക്കനുസരിച്ച് 160 കിലോ സ്വർണമാണ് അവർക്ക് ആ വർഷം ലഭിച്ചത്. അതിൽ നിന്ന് 72 കിലോ സ്വർണം ആഭരണങ്ങളായിരുന്നു. ആ ആഭരണങ്ങൾ അവരെന്താ ചെയ്യുക? വർഷത്തിൽ 4 തവണ ലേലം വയ്ക്കും. ലേലത്തിൽ പോയിട്ട് മിച്ചം ബാക്കിയുള്ള സ്വർണം എല്ലാം കൂടി മെൽറ്റ് ചെയ്തിട്ട് അവർ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിലിടും. ഈ ഡൊണേഷൻ കിട്ടുന്ന പൈസ കൊണ്ട് ടെമ്പിൾ ട്രസ്റ്റ് കുറേ ചാരിറ്റീസ് നടത്തുന്നുണ്ട് എല്ലാ വർഷവും. മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ കുറേ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് വേണ്ടവർക്ക് സിദ്ധിവിനായക് സൈറ്റിൽ പോയിട്ട് ഫോം ഡൗൺലോഡ് ചെയ്യണം. ഫോമിൻ്റെ കൂടെ ഈ കാണിച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സോട് കൂടി അറ്റാച്ച് ചെയ്ത് പേഴ്സണലി പോയി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ഇമെയിലും കൂടി അയക്കണം. ആവശ്യക്കാർക്ക് ഉറപ്പായിട്ടും ടെമ്പിൾ ട്രസ്റ്റിൽ നിന്ന് സഹായം ലഭിക്കും. അമ്പലത്തിലെ ടൈമിങ്സ് രാവിലെ 5:30 തൊട്ട് രാത്രി 10 മണി വരെയാണ്. ട്യൂസ്ഡേയ്സ് ഭയങ്കര തിരക്കുള്ള ദിവസമായതുകൊണ്ട് വെളുപ്പിനെ 3:30 തൊട്ട് രാത്രി 11:30 വരെ ഓപ്പണാണ്. പുതിയ റൂൾ പ്രകാരം ഡീസൻറ്റ് ഡ്രസ് കോഡ് ഫോളോ ചെയ്യാൻ സ്ട്രിക്റ്റ് ഓർഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മഹാപ്രസാദം ലഡ്ഡുവാണ്. അത് വാങ്ങാൻ ഈ കൗണ്ടേഴ്സിൽ ക്യൂ നിന്നാൽ മതി. ഈ അമ്പലത്തിൽ എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്. അയ്യോ, ഇത് കണ്ടോ, ചെരുപ്പ് ഇവിടെ ഊരിയിടാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ എല്ലാവരും ചെരുപ്പ് ഊരിയേക്കുന്നു. നിങ്ങൾക്കറിയാവോ എന്തുകൊണ്ടാണ് സിദ്ധിവിനായക അമ്പലത്തിലെ വിഗ്രഹത്തിന് ചുമന്ന കളറുള്ളത്? പണ്ട് സിന്ദൂരാസുരൻ എന്ന പേരിൽ ഒരു അസുരനുണ്ടായിരുന്നു. ആ അസുരന് ശിവൻ്റെ അടുത്തുനിന്ന് ഒരു വരം കിട്ടിയിരുന്നു. അതായത് ആര് ഈ അസുരനെ കൊല്ലാൻ ശ്രമിച്ചാലും അസുരൻ്റെ ദേഹത്തുനിന്ന് വരുന്ന രക്തം ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ആ രക്തത്തിൽ നിന്ന് മറ്റുള്ള അസുരന്മാർ ജനിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ സിന്ദൂരാസുരനെ കൊല്ലാൻ ഭയങ്കരം ഇമ്പോസിബിൾ തന്നെയായിരുന്നു. അപ്പോഴാണ് ഗണപതി ഭഗവാൻ രംഗത്തെത്തുന്നത്. ഭഗവാനും സിന്ദൂരാസുരനും തമ്മിൽ കുറേ വാക്ക് തർക്കം ഉണ്ടായി, കുറേ അടിപിടി ഉണ്ടായി. പിന്നെ ഭഗവാൻ ഒരു ബുദ്ധി തോന്നി. ഭഗവാൻ എന്ത് ചെയ്തു? സ്വന്തം ശരീരം വലുതാക്കാൻ തുടങ്ങി. ഭഗവാനെ തടയാൻ വേണ്ടിയിട്ട് സിന്ദൂരാസുരൻ ചെന്ന് ഭഗവാനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു.
പക്ഷെ 2 കൈയും കൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭഗവാൻ വലുതായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം ഒട്ടും പറ്റാണ്ടായപ്പോഴത്തേന് സിന്ദൂരാസുരൻ്റെ ശരീരം ആകെ ചിന്നിച്ചിതറി പൊട്ടിത്തെറിച്ചു. ഗണപതി ഭഗവാൻ ആ രക്തം മുഴുവൻ സ്വന്തം ശരീരത്തിലൂടെ ഗ്രഹിച്ചു. ഒരു തുള്ളി രക്തം പോലും ഭൂമിയിലെങ്ങും വീണില്ല. അങ്ങനെയാണ് സിന്ദൂരാസുരനെ ഗണപതി ഭഗവാൻ വധിക്കുന്നത്. അതുകൊണ്ടാണ് സിദ്ധിവിനായക അമ്പലത്തിൽ ഗണപതി ഭഗവാന് ചുവന്ന നിറമുള്ളത്. ദർശനം കഴിഞ്ഞിറങ്ങി. അച്ചി, അൻഷുവിന് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കടകളൊക്കെ കയറി ഇറങ്ങി. വെറൈറ്റി പൂക്കളും മാലകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് മൊത്തം വീട്ടിലേക്ക് വാങ്ങിച്ചു കൂട്ടി. ഒരു വെറൈറ്റി സാധനം കാണിക്കട്ടെ. ഇത് കണ്ടോ, കൗങ്ങിൻ്റെ പൂക്കൊലയാണത്രേ. ഞാൻ തെങ്ങിൻ്റെ പൂക്കൊലയെ കണ്ടിട്ടുള്ളൂ. കൗങ്ങിൻ്റെ പൂക്കൊല കണ്ടിട്ടുള്ളവർ കമൻറ്റ് ബിലോ. വീണ്ടും ഞങ്ങൾ കടകളൊക്കെ കയറിയിറങ്ങി. ദാ ഈ കുട്ടി ഗണപതിയെ കണ്ടോ? പ്ലാസ്റ്റർ ഓഫ് പാരീസ്, മെറ്റൽ, മാർബിൾ എല്ലാം തരം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കൂട്ടിയിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. പിന്നെ അവിടെ ഇവിടെയായിട്ട് 1-2 ബേബി ഫീഡിംഗ് സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സിൽവർ കോയിൻസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. സിദ്ധിവിനായകനെയും ഇവിടെയുള്ള മറ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെയും ആണ് ഈ കോയിൻസിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് ഈ റേറ്റ്സിന് ഓൺലൈനോ ഓഫ്ലൈനോ വാങ്ങാം. പിന്നീട് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറവശത്തുള്ള റിദ്ധി ഗേറ്റിൽ നിന്ന് എക്സിറ്റ് ആവാൻ തീരുമാനിച്ചു. വഴിയിലൊരു വാഷ്റൂം കണ്ടപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാണ്ട് എക്സിറ്റ് അടിക്കുന്നത്? നല്ല വെൽ മെയിൻറ്റെയിൻഡ് വാഷ്റൂംസ് ആയിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. അവൻ്റെ നടത്തത്തിൽ എന്തോരു അപാകത. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തത് കൊണ്ട് വയറ്റിലൊരു ആന്തലായിരുന്നു. അത് കെടുത്താൻ ഞങ്ങൾ അടുത്തുള്ള ഫേമസ് മഹാരാഷ്ട്രൻ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. പ്രകാശ് റെസ്റ്റോറൻറ്റ്, ദാദർ. അകത്ത് ടേബിൾ ഫുൾ ആയതുകൊണ്ട് ഞങ്ങളോട് വെളിയിൽ ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് ഓൺലി ആണത്രേ. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൂരി, മിസൽ, ദഹിവട, സമോസ ആൻഡ് അളുവടി. അളുവടി ചേമ്പിൻ്റെ ഇലയിൽ സ്പൈസസും കടലമാവും തേച്ച് ആവി കയറ്റുന്ന ഒരു ഐറ്റമാണ്. ഞങ്ങളുടെ ടേസ്റ്റ് ബഡ്സിന് തീരെ ഇഷ്ടമായില്ല. അതിന് പകരം കോത്തമ്പർ വടി ഓർഡർ ചെയ്യാമായിരുന്നു. അത് മല്ലിയില വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പാവ് ഐറ്റംസ് ഒന്നുമില്ലായിരുന്നു. എന്താണാവോ. പിന്നെ ചില ഐറ്റംസ് ചില ദിവസങ്ങൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോഴാണ് അൻഷുവിൻ്റെ ഒരു ആഗ്രഹം. മോൺവേഡ് സൺ വേണോ? മോൺവേഡ് സൺ തിന്നാനുള്ള സാധനമല്ല അൻഷു, അത് മൺഡേ, വെനസ്ഡേ, സൺഡേ ആണ്. മോശമായി പോയോ? പഞ്ചാബി സമൂസ ഫാൻസിന് ഈ മഹാരാഷ്ട്രൻ സമൂസ ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. ദാ അത് കണ്ടോ, ആഹാർ അവാർഡ്സ് 2024 ഈ റെസ്റ്റോറൻറ്റിനാണ് കിട്ടിയത്. വെളിയിൽ പലതരം അച്ചാർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ, മുളക്, നെല്ലിക്ക, വെളുത്തുള്ളി, മിക്സ് അച്ചാർ, പുളി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങാണ്ട് ഞങ്ങൾ അവിടുന്ന് വിട്ടു. കഴിച്ചത് ദഹിക്കട്ടെ എന്ന് വെച്ച് ദാദറിൻ്റെ സ്ട്രീറ്റ്സിലൂടെ നടന്നു. നാട്ടിലുള്ള മലയാളികൾ ഇങ്ങനെ ഒരു കാഴ്ച സ്ട്രീറ്റ്സിൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാ തരം സ്പ്രൗട്ട്സും ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുവെക്കും മുംബൈയിലെ സ്ട്രീറ്റ്സിൽ. എൻ്റെ അമ്മ ചക്ക എവിടെ കണ്ടാലും അവിടെ ഒന്ന് പോസാകും. പക്ഷെ അതും കൊള്ളില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. കുറച്ചുകൂടി നടന്നിട്ട് GTB സ്റ്റേഷനിലേക്ക് ടാക്സി പിടിച്ചു. അവിടുന്ന് ഞങ്ങൾ ട്രെയിൻ കയറി മാൻസരോവർ സ്റ്റേഷനിലേക്ക് തിരിച്ചു വിട്ടു. സിദ്ധിവിനായകൻ്റെ അനുഗ്രഹവുമായി നല്ല കുറേ ഓർമ്മകളും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ സിദ്ധിവിനായക അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇന്ന് അൻഷുവിന് കണ്ട കാഴ്ചകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? എനിക്കിഷ്ടപ്പെട്ടത് അവിടുത്തെ മോദക്സും ആൻഡ് പേഡാസുമാണ്. മോദക്കും പേടയാണ് ഇഷ്ടപ്പെട്ടത്. അൻഷുവിനറിയാവോ, മോദക്ക് ഗണപതി ഭഗവാന്റെ ഫേവറേറ്റ് ഡിഷാണ്.
ആണോ? അതുപോലെ എനിക്ക് നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ കണ്ട കാഴ്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇത് കൊള്ളാലോ, ഇതൊരു പുതിയ ഒരു ഇൻഫർമേഷൻ ആണല്ലോ എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. യെസ്. അതേപോലെ ഞങ്ങൾ ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്, ട്രാവൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതിൽ ഞങ്ങൾ കുറേ നല്ല ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് തരുന്നതായിരിക്കും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ ഒത്തിരി അത്യാവശ്യമാണ്. അതില്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് എന്താണ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ Mamasaurus Travel Tales. Mamasaurus Travel Tales. Yes. This is my Mamasaurus. Yes. Okay, bye. See you. Bye.